ഹലോ ഫ്രണ്ട്സ്, സോ വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു പ്രോഗ്രസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അതൊന്നല്ല, എനിക്കൊരു ബേസ് പണിയാണെങ്കിൽ അപ്പോൾ അതിനുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ കാര്യം ബേസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മാർക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് എന്തായാലും വെക്കണം. അപ്പോൾ എന്തായാലും ഒരു 12x10, 12x10 ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇനി മാറ്റമുണ്ടെങ്കിൽ നമുക്ക് അതിൽ വരുത്താലോ. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ വീട് ബിൽഡ് ചെയ്യണം. പക്ഷെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് ചെറി വുഡില്ലേ, അതിന്റെ പ്ലാങ്സ് ആണ് ചെറി ലോഗ്, അതും പിന്നെ ഓക്ക് ലോഗും. ഈ രണ്ട് തീമിലാണ് ഞാൻ ഈ ബിൽഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബേസിന്റെ ബിൽഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. അത്രയും സിമ്പിൾ ആണ്ട്, അത്രയ്ക്ക് റിസോഴ്സും ആവശ്യമില്ലെങ്കിൽ കുറച്ച് വുഡ് മതി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ബേസ് അങ്ങോട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് എത്ര ബ്ലോക്ക് നീങ്ങണം നോക്കാം. 1 2 3 5 6 8 9 10 10 മതി കേസ് നമ്മുടെ ഈ ഇത്. എന്നിട്ട് അങ്ങോട്ട് 12 15 ഒക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, 15x10 അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചെറിയ ലോഗ് കൊണ്ട് വെക്കാം, മാർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും അങ്ങനെ മാർക്ക് ചെയ്യണം. ഈ സ്പേസ് എന്തിനാ വിട്ടതെന്നാവും നിങ്ങൾക്ക് ആലോചിക്കേണ്ടതല്ലേ, ഞാൻ ലാസ്റ്റ് പറയാം ഗീസ്. ഇതും കൂടെ അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി അവിടെ കൊണ്ട് വെച്ചാൽ അവസാനം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ പില്ലറെല്ലാം 4 അടി ഉയരത്തിൽ പൊക്കണം. 4 ബ്ലോക്ക് ഹൈറ്റിൽ വേണം എല്ലാതും വെക്കാൻ. 2 3 4. ഓക്കെ, അവിടെ ഇല്ല, ഇവിടെ 1 2 3 4. ഓക്കെ, ഇത് പിന്നെ വെക്കാം നമുക്ക്. നമുക്ക് ആദ്യം ഇവിടെ കൂടി 1 2 3 4. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ വാതിൽ വരുന്ന സ്ഥലം കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ബ്ലോക്ക് വിട്ടിട്ട് ഇത് ഇവിടെ വരും, പിന്നെ 2 ബ്ലോക്ക് വിട്ടിട്ട് ഇത് ഇവിടെയും വരും. ഇത് നമുക്ക് 4 ബ്ലോക്ക് ഹൈറ്റ് വേണം. 2 3 4. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് വേണം 8 3 4. ഓക്കെ, അപ്പൊ അത് അതിന്റെ നമുക്ക് ചാടി അപ്പുറത്തോട്ട് എത്തണം. എന്നിട്ട് ഇതേ ലെവലിൽ തന്നെ ഇവിടെ വെക്കാം. 2 ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വെക്കാം. ഇനി ഇത് നമുക്ക് 4 ബ്ലോക്ക് ഹൈറ്റ്. 2 3 4 പിന്നെ കൂടി. ഓക്കെ, ഇനി അതും കൂടി 1 2. ഞാൻ അവിടെ എത്തിയില്ല. എൻ്റെ ബ്ലോക്ക് കുഴപ്പമില്ല, അവനോട് മതി. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പില്ലറൊക്കെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനിത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ്, കാരണം ഇത് വലിയൊരു പ്രോഗ്രസ് ആണ്. ഓക്കെ, അപ്പോൾ വരാം. ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ ഈ ബിൽഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബേസ് നിങ്ങൾ കാണാൻ തയ്യാറല്ലേ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതില്ല ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതാട്ടാ ഒരു കോർണർ, ഇതാണ് ഈ കോർണർ അല്ലേ. പിന്നത്തെ കോർണർ എന്ന് പറഞ്ഞാൽ അടുത്ത കോർണർ ഞാൻ കാണിച്ചുതരാം. എനിക്ക് എന്താ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് കോർണർ ഇതാ ചെറുതായിട്ട് കാണിച്ചാൽ. ഇനി നമുക്ക് കുറച്ച് ദൂരത്തോട്ട് പോയിട്ട് പില്ലർ ചെയ്തിട്ട് അതിന്റെ ഫുൾ ബ്യൂട്ടി അങ്ങോട്ട് കാട്ടിയാൽ ഫുൾ ഒരു ലുക്ക്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതാ അവിടേക്കായിട്ട് പോവാം. ലാഗില്ലല്ലേ? 1 2 3 4 5 6. ഇനി ഞാൻ കാണിക്കാൻ പോകട്ടോ. എന്റെ ബേസ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ കാണാൻ തയ്യാറേക്കോ. ദിസ് ഈസ് മൈ ബേസ് ഗൈസ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അത്യാവശ്യം പാടുപെട്ടു ഗൈസ്. ഈ ഇങ്ങനത്തെ ഒരു വലിയൊരു ബിൽഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കത് അടുത്ത് പോയി കാട്ടിത്തരാം കേട്ടോ. ആ നേരത്തെ ആക്സും പൊട്ടി, കൈ ചുടിയുന്നു. ഓക്കെ, ഇത് ചെറി ലോഗും പിന്നെ അതുപോലെ തന്നെ ഓക്ക് ലോഗും വെച്ചിട്ടാണ് ഞാൻ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് കേസ്. ഇതിലിപ്പോ അധികം സാധനങ്ങളൊന്നുമില്ല, ഞാൻ വഴിയെ വെക്കും.
പിന്നെ ഇതിൽ ഞാൻ മറ്റേ കോപ്പർ ഗോൾ അല്ലേ അതിനും കൂടി സെറ്റ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ലെയർ നമ്മുടെ സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ നിലയും കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ സ്റ്റോറേജ് കണ്ടടയ്ക്കാം. ഇനിയാണ് കേസ് നമ്മുടെ മെയിൻ ബേസ് ഹൗസ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ കേസ്. അത്യാവശ്യം നല്ല വീതിയും നല്ല സ്പേസ് ഒക്കെ ഉള്ള തന്നെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. അപ്പൊ ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേസ്. അതുപോലെ തന്നെ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ വെച്ചത്. പിന്നെ ഇവിടെ മറന്നു, ഇവിടെ നമുക്ക് സ്പേസ് ആണല്ലേ, ഇവിടെയൊക്കെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസ് സെറ്റപ്പ്. ഇപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതേപോലെ എൻചാൻറ്റ് ബുക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കേസ്. അവിടെ ഒരു റൂം പോലെ സെറ്റ് ആക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഞാൻ കഴിഞ്ഞ ഓഫ്ലൈനിൽ ഞാൻ മൈനിങ് പോയിരുന്നു കേസ്. അവിടുത്തെ ഒരു കേവാണ്. അവിടെ കുറച്ച് ദൂരമുള്ള ഒരു കേവിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ 43 അയ്യം കിട്ടി കേസ്. അപ്പോൾ 43 അയ്യം കിട്ടി. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഈ ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ മറക്കാം. ഇത് വെച്ചിട്ടൊരു ലുക്കാണ് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും എൻ്റെ ബെഡ്. ഇതിൻ്റെ അടുത്ത് നമുക്കൊരു ക്രാഫ്റ്റ് ടേബിൾ വയ്ക്കാം. ക്രാഫ്റ്റ് ടേബിൾ എവിടെ? ഇനി ഇത് 3 ഉണ്ട്. അപ്പോൾ 2 ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ നൈറ്റ് സ്കിപ്പ് ചെയ്താലോ? നൈറ്റ് ആയില്ലേ? ഒരു നാളെ രാവിലെ നീച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലേ? നൈറ്റ് ആയില്ലേ? നൈറ്റ് കഴിഞ്ഞ് നമുക്ക് കിടന്ന് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് നമ്മുടെ വീട് ഹൗസിൻ്റെ ഉള്ളിലത്തെ ആദ്യത്തെ നൈറ്റ് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഒരു 2 സ്റ്റാൻഡ് ഉണ്ടാക്കണം ഗൈസ്. എനിക്ക് അതിനകത്ത് മുമ്പ് അയ്യൻ്റെ ടൂൾസും ആർമറും സെറ്റ് ചെയ്ത് വെക്കട്ടെ. സോഡ് പിക്കാക്സ്, ആക്സ്. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ എന്ത് വേണം? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊന്ന് കുറച്ച് സോർട്ട് ചെയ്യട്ടെ നമുക്ക്. ഇൻവെന്ററി നല്ല ഫുള്ളാ, ഒന്നും വെക്കാൻ പറ്റുന്നില്ല. വുഡ് എല്ലാവരും വെക്കാം. ഇപ്പൊ തൽക്കാലത്തിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേക്കാം. ഇനി നമ്മൾ നെതറൈറ്റ് ആർമറും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു മെഗാ ഒരു സ്റ്റോറേജ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇതിനാണ് ഒരു താൽക്കാലിക നമ്മുടെ ആദ്യത്തെ സ്റ്റോറേജ് ഇല്ല. അപ്പൊ ഇതിൽ ഞാൻ കോപ്പർ ക്വാളിറ്റിന് വെക്കും. അങ്ങനെ കുറെ ബ്ലോക്സും കാര്യങ്ങളൊക്കെ കിട്ടി ഇറങ്ങുമ്പോൾ ഞാൻ മെഗാ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ ഉണ്ടല്ലേ, എൻ്റെ ആർമറൊക്കെ ഊരി വയ്ക്കണം. എൻ്റെ ഷീൽഡും പൊട്ടാറായി ഗൈസ്. ഇതിൽ ആർമർ സ്റ്റാൻഡ് കാണിക്കുന്നില്ലല്ലോ. സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യാതെ നല്ലത്. ഓക്കെ, ആർമർ സ്റ്റാൻഡ് ഇവിടെ ഒരു മിനിറ്റ്. സോറി അയ്യോ, ഞാൻ വേറെ ഏതോ ചിന്തയിലായിരുന്നു ഗൈസ്. ആർമർ സ്റ്റാൻഡ്. ഓക്കെ, അതിന് സ്റ്റിക്ക് വേണം, പിന്നെ സ്മൂത്ത് സ്റ്റോണിന്റെ സ്ലാബ് വേണം ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ട് ഒരു സ്റ്റോണൊന്നും ഉണ്ടാക്കി വരിക. സ്റ്റോൺ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വുഡ് കൂടി കളക്ട് ചെയ്യാം. വുഡ് വേണം, സ്റ്റിക്ക് ഉണ്ടാകുന്ന വുഡ് വേണം. ഇത് അധികം വുഡും ഇല്ല. അതിൻ്റെ ആക്ഷൻ എടുക്കുന്നത്. ഓക്കെ, ഈ ചെറിയ ലോഗ് ഞാനിപ്പോൾ എന്തായാലും നല്ല കളക്ട് ചെയ്യുന്ന കാര്യം എൻ്റെ ബേസ് ഇപ്പോൾ ആ ടീമിലല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതും മാത്രമല്ല, ഞാൻ മിക്ക ബിൽഡിങ് ചിലപ്പോൾ ഇതിലാവും ചെയ്യാൻ ആലോചിക്കുന്നത്. അതൊക്കെ ഫ്യൂച്ചർ പ്ലാനാണ്. ഇപ്പം എന്തായാലും ഞാൻ തല പൊഴിക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഒരു കുറച്ച് ഇരുന്നോട്ടെ, 12 ഇരുന്നോട്ടെ. ഞാൻ സ്റ്റാൻഡിന് സ്മൂത്ത് സ്റ്റോൺ കൂടി വേണമല്ലോ. എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോൺ ഉണ്ട്, പകുതി ഇതിലിരുന്നോട്ടെ. ഓക്കെ, ഇനി അതൊന്ന് സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. ഒരെണ്ണം സ്മെൽറ്റായി. ഇനി നമുക്കത് സെക്കൻഡ് ഫർണസിലേക്ക് ഇടാം. അങ്ങനെ സ്മൂത്ത് സ്റ്റോൺ ആവും. അങ്ങനെ 3 എണ്ണം അങ്ങനെ കിട്ടണം ഗൈസ്. 3 എണ്ണം കിട്ടിയാലാണ് നമുക്ക് സ്ലാബ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ഇപ്പൊ സ്ലാബ് ഉണ്ടാക്കിയാലാണ് നമുക്ക് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മൂന്നാമത്തെയും കൂടി വേണം. അതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അതായിണ്ട്. ഇനി നമുക്ക് ഇതില് സ്മൂത്ത് സ്റ്റോൺ ആവണ വെയിറ്റ് ചെയ്യാം. 2 എണ്ണമായി, ഇനി ഒന്നും കൂടിയുള്ള. പിന്നെ ഫർണേഴ്സിന്റെ അപ്ഡേറ്റ് ഒക്കെ എന്തായാലും നല്ല ഇഷ്ടമായിട്ട് നമുക്ക് ഏതാ വേണ്ടെങ്കിൽ തിരഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ ഇൻവെന്ററിയിൽ ഇങ്ങനെ ഇൻവെന്ററി ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ തപ്പി പിടിക്കണ നല്ല ഐഡിയ വരും. മറ്റേ ഇത് അച്ചീവ്മെന്റ് മറ്റേ ഇതില്ലേ റെസിപ്പീസ് അത് വരും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇനി സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് ആക്കണല്ലേ, ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ 2 എണ്ണം ഉണ്ടാക്കട്ടെ ഗൈസ്. നമുക്ക് 2 എണ്ണം ആവശ്യമുണ്ട്. ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം താഴത്തെ നിലയിൽ. അതിനായിട്ട് മുമ്പ് നമുക്ക് ഇതില് ആർമർ വെക്കാം. അയൺ ആർമർ, ന്യൂ ആർമർ. ഓക്കെ, നമുക്ക് താഴത്തെ നിലയിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഇവിടെ നമ്മുടെ പഴയ ആർമറും ഷീൽഡും വെക്കാം. ഇതിന്റെ ഫസ്റ്റ് ആർമർ ആൻഡ് ഷീൽഡാണ് എനിക്ക് കാണുന്നത് ഇതിന്റെ ബേസിന്റെ ഉള്ളിൽ. അതിനാണ് ഫസ്റ്റത്തെ ആർമറും പിന്നെ എന്റെ ഷീൽഡും. ഇപ്പൊ പുതിയ ഷീൽഡിന്റെ ഉണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും അത് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിനി ബേസിക് എന്നാൽ ഇതിന്റെ പഴയൊരു ആർമർ കാണുമ്പോഴേക്ക് നെക്സ്റ്റ് അടിങ്ങി സൈനാണ്. നമുക്ക് ഇതെടുക്കാം. ഇത് പൊട്ടിച്ചെടുക്കാം നല്ലത്. നല്ല ഇനി നമുക്ക് അയൺ ആർമറും ഷീൽഡും ടൂൾസും സെറ്റ് ആക്കിയിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ വേൾഡത്തെ അയൺ ആർമർ ഫുൾ സെറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആർമർ സെറ്റ് ആയി. അപ്പൊ വീഡിയോ അതിന്റെ ചെയ്യാറായി. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുവരെ ഗുഡ് ബൈ.